നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കർമാന്യൂസ് എന്നുള്ളത് കോട്ടയം ജില്ലയിലെ ബ്രഹ്മമംഗലത്താണ്. ഇതാണ് ശ്രേയസ്. ശ്രേയസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ശ്രേയസ് വേൾഡിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരാളാണ്. നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ച നാസയുടെ സിറ്റിസൺ സയൻറ്റിസ്റ്റാണ് ശ്രേയസ്. ഈ ഒരു അംഗീകാരം ലഭിച്ച ഈ ഒരു പ്രായത്തിലുള്ള ഒരാളും ഇന്ന് വേൾഡിലില്ല. അത് നമ്മുടെ മലയാളിയായ ശ്രേയസാണ്. ശ്രേയസ്, ആദ്യമായിട്ട് കർമാന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, ശ്രേയസ്, എന്താണ് ശ്രേയസ് ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ നാസയുടെ അംഗീകാരം ലഭിച്ചു അല്ലേ? ഒന്ന് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു, എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അച്ചീവ് ചെയ്തേക്കണേന്ന്? ഞാൻ 3 preliminary asteroids നാസയ്ക്ക് വേണ്ടി ഡിസ്കവർ ചെയ്തിട്ടായിരുന്നു. GAC 1111 TRS 0144 പിന്നെ സ്കൈ എന്ന് പറഞ്ഞ ആസ്ട്രോയിഡാണ് ഡിസ്കവർ ചെയ്തത്. അതെനിക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും യങ്ങസ്റ്റ് ഇന്ത്യൻ ടു ഡിസ്കവർ ആസ്ട്രോയിഡിൻ്റെ വേൾഡ്. അതായത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശ്രേയസ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുകയും ആ ചിഹ്നഗ്രഹങ്ങൾക്ക് പേര് നൽകുകയും ചെയ്തു. ആ പേരൊന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു, ശ്രേയസ് കണ്ടെത്തിയ പേര്. GAC 1111 TRS 0144 പിന്നെ സ്കൈ. ഇത് ശ്രേയസ് കണ്ടെത്തി ശ്രേയസ് നൽകിയ പേരാണല്ലേ? അതെങ്ങനെ ശ്രേയസിന് പേരിടാനുള്ള അവസരം അവർ തന്നോ? അത് ഡിസ്കവർ ചെയ്ത ആൾക്കാർക്ക് പേരിടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ശ്രേയസ് ഈ ഒരു സമയത്ത് എത്ര എണ്ണം കണ്ടെത്തി? 3 പ്രിലിമിനറി ആസ്ട്രോയിഡ്സ് ആണ് ശ്രേയസ് കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ശ്രേയസ് എങ്ങനെ ഇതിലേക്ക് വന്നത്? ഈ ഒരു നാസയുടെ ഒക്കെ ഒരു ഇതിലേക്ക് എൻട്രി ഒക്കെ കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനാണ്. ശ്രേയസ് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്? പണ്ടുമുതലേക്ക് സ്പേസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നാസയുടെ റോക്കറ്റ് ലോഞ്ചസും പിന്നെ ഓരോ പ്രൊജക്ട്സിലൊക്കെ ഒത്തിരി ഇൻവോൾവ്മെൻ്റ് ആവണമെന്നൊക്കെ ഡ്രീം ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ നാസയിലെ സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. അപ്പോൾ ഞാൻ കുറേ പ്രൊജക്ട്സിലൊക്കെ ഇൻവോൾവ് ആയി ഓരോ എക്സാംസ് ഒക്കെ ചെയ്തിട്ടാണ് സിറ്റിസൺ സയൻറ്റിസ്റ്റ്. നാസ എന്നെ റെക്കമെൻഡ് ചെയ്ത പ്രൊജക്റ്റാണ് IAC. ഓക്കെ, ശ്രേയസ് ഒരു മികച്ച, ഇപ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വലിയൊരു സപ്പോർട്ട് എന്നാണ് ശ്രേയസ് പറഞ്ഞത്. എന്താ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് ശ്രേയസിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചത്? ശ്രേയസിന് ചെറുപ്പം മുതൽ ഒരു സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ആകണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നാസയുടെ പല എക്സാംസും കാര്യങ്ങളും എഴുതി അവൻ സിറ്റിസൺ സയൻറ്റിസ്റ്റായി. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു നേട്ടത്തിലിട്ട് അവൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം ഈ ലോകം അറിയുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിച്ചതിൽ. കേരളത്തിൽ തന്നെ അത് എടുത്ത് പറഞ്ഞു, കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ നാസ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. അത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തിലെ ആദ്യം അവന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലാണ് പേര് വന്നത്. അത് കഴിഞ്ഞ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്നു. ഗിന്നസിന് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടി ഈ ആസ്ട്രോയിഡ് കണ്ടുപിടിച്ചു എന്ന ഇതിലാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്പേസിനോടുള്ള ആഗ്രഹമാണ് അവനെ ഈ നിലയിൽ എത്തിച്ചത്. ഈ ശ്രേയസിന്റെ ഒരു ചെറുപ്പകാലങ്ങളിൽ പറയുമ്പോൾ ശ്രേയസ് ആകാശത്തേക്ക് നിരീക്ഷിച്ച് നടക്കുമ്പോൾ ചിലർ കൗതുകത്തോടു കൂടി പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ചെറുപ്പകാലത്ത് ഇങ്ങനെ അവനൊരു ചെറിയ 5-6 വയസ്സുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ആകാശം നോക്കി നടക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് രാത്രി ഒരു 7-7:30 ആകുമ്പോൾ ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയിട്ട് ഈ നാട് വഴി മൊത്തം ഇങ്ങനെ മൊബൈലും യൂസ് ചെയ്ത് നടക്കുമായിരുന്നു ആകാശത്തേക്ക് നോക്കി. അപ്പോൾ ആൾക്കാരും നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവൻ എന്തിനാ ആകാശത്ത് നോക്കി നടക്കണം എന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നമ്മൾ വിപരീതമായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ ഇതിൽ നാസയുടെ സയൻറ്റിസ്റ്റായിട്ടാണ് ഇപ്പോൾ അറിയപ്പെട്ടത്. നമുക്ക് വളരെ സന്തോഷം. പിന്നെ അവൻ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ, സ്വന്തമായ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇതിന് മുമ്പാണ് ക്രിയേറ്റ് ചെയ്തത്. GSC യൂണിവേഴ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അതെ. ഒരു 5 വയസ്സുള്ളപ്പോൾ മുതൽ അതിനോട്ട് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. എന്തായാലും ഒരു ചെറുപ്പത്തിലെ ഒരു നേട്ടം കൈവരിച്ചു. ഇതിനോടകം ആളുകളുടെ ഒരു ഇതിനെ കിട്ടിയെന്നൊക്കെ അറിയുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷമൊക്കെ. അപ്പോൾ നിരവധി ആളുകൾ കാണാനൊക്കെ ആയിട്ട് ഒത്തിരി വ്യക്തികളെത്തി. ഫിലിം ഫീൽഡിൽ നിന്നും അല്ലാതൊക്കെ വെളിയിൽ വന്നു ഒത്തിരി ആൾക്കാർ. പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് നാട്ടുകാർ. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെയാണ് ശ്രേയസിൻ്റെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ? ഇപ്പോൾ അടുത്തൊരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോണത്. വേറെ എന്തോ കണ്ടുപിടുത്തത്തിലേക്ക് ആൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശ്രേയസ് തന്നെ പറയും. കർമാന്യൂസിൻ്റെ പ്രേക്ഷകർ ശ്രേയസിൻ്റെ ഒരു നേട്ടങ്ങൾ വളരെ വലുതാണ്. കാരണം കേരളത്തിലെ തന്നെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച ആരും തന്നെ ഇല്ല. അതിലേറ്റവും പ്രായം കുറഞ്ഞ ആൾ, വേൾഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. ഒത്തിരി പ്രത്യേകത ശ്രേയസിന്. അത് മാത്രമല്ല, നാസ ഒരു അംഗീകാരം കൊടുത്തു. ശ്രേയസിന് ചിഹ്നഗ്രഹങ്ങൾ കണ്ടുപിടിക്കാനാണ്
ചിഹ്നഗ്രഹങ്ങൾക്ക് പേരിടാൻ അവസരം കിട്ടിയ പോലെ നാസ കണ്ടുപിടിച്ച നക്ഷത്രത്തിന് പേര് നൽകാനും സാധിച്ചു അല്ലേ? ഏതാ ശ്രേയസ് ആ പേര് കൊടുത്തത്? GSC ഷൈനി 51129 എന്നാണ് പേര്. അത് ശ്രേയസ് കണ്ടുപിടിച്ചല്ല, നാസ കണ്ടുപിടിച്ചാണ്. ഡിസ്കവർ ചെയ്തത്. ഓഹേ, ഓക്കെ. നാസ കണ്ടുപിടിച്ചതിനും പേര് നൽകാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം ഇന്ത്യക്കും അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക്, നമുക്ക് ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ശ്രേയസ് കണ്ടുപിടിച്ചത്. തീർച്ചയായും നമ്മുടെ ഇവിടെയുള്ള ആളുകൾ, അതായത് രാഷ്ട്രീയക്കാരാണെങ്കിലും നേതൃത്വം നൽകുന്ന എല്ലാവരും പലരും ഒത്തിരി അംഗീകാരങ്ങൾ നൽകി. തീർച്ചയായും അതൊന്നും പോരാ, നല്ലൊരു സപ്പോർട്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കൊടുത്തുകൊണ്ട് ശ്രേയസിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നാണ് കർമാന്യൂസ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. വളരെ വലിയ മികച്ചൊരു സയൻറ്റിസ്റ്റായിട്ട്, ലോകമറിയുന്ന സയൻറ്റിസ്റ്റായിട്ട് എത്താൻ ശ്രേയസിന് സാധിക്കും. തീർച്ചയായും വളരെ സന്തോഷം.